അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നിപ്പ ഭീതിയെക്കുറിച്ച് സംസാരിച്ചത്. ഒരു നിപ്പ കേസ് വരുന്നു, പിന്നാലെ ആ 14കാരൻ മരണമടയുന്നു. അങ്ങനെ നിപ്പ ഭീതി സംസ്ഥാനത്ത് ഉണ്ട് എന്ന വാർത്ത നമ്മൾ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആശ്വാസമാണ്. ആ ഭീതിയിൽ അല്പം ഒരു ആശ്വാസം കിട്ടിയ ദിനമാണ് ഇന്നെന്ന് പറയേണ്ടിയിരിക്കുന്നു. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് 2 പേരുടെ ടെസ്റ്റ് ഫലം കൂടി ഇന്ന് നെഗറ്റീവായി. അങ്ങനെ ടോട്ടൽ 11 പേരുടെ ഫലമാണ് ഇന്ന് നെഗറ്റീവായി വന്നത്. മരിച്ച 14 വയസ്സുകാരന്റെ രക്ഷിതാക്കളുടെ ഉൾപ്പെടെ 9 സാമ്പിളുകളുടെ ഫലം നെഗറ്റീവായിരുന്നു. രോഗലക്ഷണമുള്ള 13 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 2023 നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ വവ്വാലുകളിൽ കണ്ടെത്തിയ അതേ വൈറസ് ഇത്തവണയും പരിശോധനയിൽ കണ്ടെത്താനായി എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഈ സാമ്പിളിൽ നിന്നുള്ള വൈറസിന്റെ പാർഷ്യൽ ജീനോമിക് സീക്വൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നക്കയിൽ ചെയ്തു. അപ്പോൾ ആ പാർഷ്യൽ സീക്വൻസിംഗിൽ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ, അതായത് 2023 നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് ഈ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. NIVയുടെ ബാറ്റ്സ് ടീം, അവരുടെ എക്സ്പെർട്ട് ടീം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ അവരും വാക്സിന്റെ സാമ്പിളുകൾ പരിശോധിച്ച് ആ സാമ്പിളുകളുടെ വൈറസിന്റെ ജിനോമിക് സീക്വൻസിംഗ് നടത്തും. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഇന്ന് ആശ്വാസ വാർത്തയാണ് ആരോഗ്യമന്ത്രി പങ്കുവച്ചത്. ഇന്നത്തെ പരിശോധനാ ഫലങ്ങളിൽ 11 എണ്ണം നെഗറ്റീവ് ആവുന്നു. ഈ സമ്പർക്ക പട്ടികയിലുള്ള മറ്റുള്ളവരുടെയൊക്കെ നില എന്താണ്? ആരോഗ്യനില എന്താണ്? ആർക്കെങ്കിലും കൂടുതൽ രോഗലക്ഷണങ്ങൾ ഇപ്പോഴുണ്ടോ? ഈ തിരുവനന്തപുരത്തും ഒപ്പം പാലക്കാടും ഒക്കെ രോഗലക്ഷണങ്ങളുള്ള കേസുകളുണ്ട് എന്ന് മന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, കവിത, സംസ്ഥാനത്തെ നിപ്പ ആശങ്ക ഒഴിയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഒടുവിൽ പുറത്തുവന്ന 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇതിൽ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ സമ്പർക്ക പട്ടികയിലുള്ള 2 പേരുടെ പരിശോധന ഫലം ഉൾപ്പെടെ ആണ് നെഗറ്റീവായിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ പട്ടികയിലുള്ള 2 പേരുടെ പരിശോധനാ ഫലം കൂടി നാളെ പുറത്തു വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ 406 പേരാണ് കുട്ടിയുടെ ഈ നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇതിൽ 194 പേരും ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സംഘം മലപ്പുറത്തെത്തി പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. നാളെ മുതൽ ഇവർ വവ്വാലുകളിൽ കൂടി പരിശോധന നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ 15 പേരാണ് ആശുപത്രികളിൽ രോഗലക്ഷണങ്ങളോടുകൂടി ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് നാളെ പരിശോധന ആരംഭിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനിടെ 2023 നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ വവ്വാലുകളിൽ കണ്ടെത്തിയ അതേ വൈറസ് ഇത്തവണ പരിശോധനയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഒപ്പം തന്നെ ആനക്ക പഞ്ചായത്തുകളിൽ നിയന്ത്രണം തുടരുകയാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയങ്ങളിൽ മാത്രമാണ് കടകളുടെ പ്രവൃത്തി സമയം എന്നുള്ളതാണ്. ഏതായാലും ഈ 2 പഞ്ചായത്തുകളിലായി 7239 വീടുകളിൽ സർവേ പൂർത്തിയാക്കിയപ്പോൾ 439 പേർക്ക് പനി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതിൽ 4 പേർ കുട്ടിയുടെ സമ്പർക്കത്തിലുള്ളവരാണെന്നുള്ളതും ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന അതിർത്തിയിലും പിന്നെ തമിഴ്നാട് സർക്കാർ പരിശോധന കർശനമാക്കി എന്നുള്ള വിവരം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് വാളയ അതിർത്തിയിലാണ് പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. ശരീര താപനില ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിയിരുന്നത്. ഏതായാലും നിലവിൽ ആരോഗ്യവകുപ്പ് പറയുന്നത് ഇത്തരത്തിൽ ഈ ഫലങ്ങളെല്ലാം തന്നെ നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ പോലും ജാഗ്രത തുടരണമെന്നുള്ളതാണ്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്. എന്തായാലും നിപ്പ ഭീതി അകലുന്നുണ്ട്. ആശ്വാസ വാർത്തയാണെന്ന് വന്നതെങ്കിൽ നമ്മുടെ ജാഗ്രത അല്പനാൾ കൂടി നമ്മൾ തുടരേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ.